അസ്സലാമലൈക്കും. ഇന്നത്തെ വിവരണം ഹദ്ദാദിന് ഒരുപാട് ശക്തിയുണ്ട്. എന്നാൽ ഇന്ന് ആരും അത് പ്രാവർത്തികമാക്കുന്നില്ല എന്നതാണ് സത്യം. പണ്ട് കാലങ്ങളിലെ എല്ലാ വീടുകളിലും ഹദ്ദാദ് പതിവാക്കിയിരുന്നു. അന്ന് യാതൊരു പ്രശ്നങ്ങളും ആർക്കിടയിലും ഉണ്ടായിട്ടുമില്ല. പല ആളുകൾക്കും അസുഖങ്ങളും പ്രയാസങ്ങളും നേരിടാതെ നല്ല രീതിയിൽ കുടുംബാന്തരീക്ഷം മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു. എന്നാൽ ഇന്നത്തെ കാലത്ത് അതാരും പതിവാക്കുന്നില്ല. അങ്ങനെ ആയതുകൊണ്ട് തന്നെ വളരെ പ്രയാസങ്ങൾ ഇന്ന് അനുഭവിക്കുന്നുണ്ട്. ബുദ്ധിമുട്ടുകൾ ശാരീരികമായി, മാനസികമായി, സാമ്പത്തികമായി പല പൈശാചിക ഉപദ്രവങ്ങൾ വരെ നമുക്ക് അനുഭവിക്കേണ്ടി വരുന്നുണ്ട്. എന്നാൽ അതിനുള്ള ഏറ്റവും നല്ല ഉത്തമ ഒരു മരുന്നാണ് ഹദ്ദാദ്. നമ്മൾ ദിവസേന അത് പതിവാക്കണം. ഒരു പ്രയാസങ്ങളും നമുക്ക് നേരിടേണ്ടി വരില്ല. പൈശാചിക ഉപദ്രവങ്ങൾ തീരെയിലുണ്ടാവില്ല. അപ്പോൾ എല്ലാവരും ഇത് പതിവാക്കുക. ഹദ്ദാദിൻ്റെ ശക്തി അത്രത്തോളം വലുതാണ്. പിന്നെ ഇതിൽ പറയാനുള്ള ഹദ്ദാദുകൊണ്ട് മറ്റൊരു ഗുണം, നമ്മളെ വീടുകളിൽ ചെറിയ മക്കളൊക്കെ ഉണ്ടാവും, വല്ലാണ്ട് വാശി കാണിക്കുന്ന. അപ്പോൾ അവരെ വാശി വിചാരിച്ച കാര്യങ്ങൾ കിട്ടുന്നത് വരെ അവർ നിലത്ത് കിടന്ന് ഉരുളയും വാശി പിടിക്കുകയും കയ്യും കാലും തണുപ്പി വരികയൊക്കെ ചെയ്യും ഈ അപസ്മാരമുള്ള കുട്ടികൾക്ക്. അപ്പോൾ അത്തരം കുട്ടികൾക്ക് എന്ത് തന്നാലും മഗ്‌രിബിന് ശേഷം മഗ്‌രിബിൻ്റെ ഇടയിലായിട്ട് എന്ത് തന്നെ ഒരു പ്രാവശ്യം ഈ ഹദ്ദാദ് ഊതുമ്പോൾ ഒരു പാത്രത്തിൽ അല്പം വെള്ളം എടുത്ത് വെക്കുക. എന്നതിന് ശേഷം ഇതിലെ ഓരോ ആയത്തുകളും സൂറത്തുകളും 3 പ്രാവശ്യം ഓതുമ്പോൾ അതിലേക്ക് ഓതി കൊടുക്കുക. എന്നതിന് ശേഷം നിങ്ങൾ ആ വെള്ളം ഒരു 7 ദിവസം ദിവസേന ഇങ്ങനെ 7 ദിവസങ്ങളിലായിട്ട് തുടർന്ന് പോയിട്ട് ആ 7ാമത്തെ ദിവസം വരെ മക്കൾക്ക് ഈ വെള്ളം കുടിപ്പിച്ചു കഴിഞ്ഞാൽ അവരെ ദുശ്ശാഠ്യം, വാശി, തർക്കം, അപസ്മാരം അങ്ങനെ പലവിധ അസുഖങ്ങളും മക്കളിൽ നിന്ന് പോയി കിട്ടുകയും ചെയ്യും. അവർക്ക് നല്ല ബുദ്ധിനെ കിട്ടുകയും ചെയ്യും. ഇപ്പം നല്ലോണം പഠിക്കാനൊക്കെ ഉഷാറുള്ള മക്കളാണ്. അപ്പോൾ അങ്ങനെ ഒരു രഹസ്യം കൂടി ഇതിൽ ഒളിഞ്ഞിരിപ്പുണ്ട്. എല്ലാവരും മറക്കാതെ കുട്ടികൾക്ക് അത് ചെയ്തു കൊടുക്കുക. വീട്ടിലെ ഉമ്മമാരും കുഞ്ഞുങ്ങളൊക്കെ ഹദ്ദാദ് ഓതി പഠിക്കുക. വീട് സന്തോഷത്തിലായി തീരട്ടെ, കുടുംബാന്തരീക്ഷം നല്ലതാവട്ടെ ഇൻഷാ അല്ലാഹ്.